ഇന്ന് വയനാട് ഊട്ടി ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താണ്. രാവിലെ തന്നെ അവിടെ കറണ്ടില്ല, ഫുള്ള് സീനായിപ്പോയി. എങ്ങോട്ടാ പോന്നേ? എങ്ങോട്ടാ പോന്നേ? എങ്ങനെ കാണിച്ചാ പോരാ, എങ്ങോട്ടാ പോന്നെന്ന് പറയാം. എങ്ങോട്ടാ പോന്നേ? വയനാട് ചുരമാണ് മനസ്സിലായി. ഇതാണ് ലക്കിടി വ്യൂ പോയിന്റ്. അപ്പൊ ഞങ്ങൾ ലക്കിടി വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. യാത്രകൾ പൊതുവെ ഞാൻ മിസ് ചെയ്യാറില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ എനിക്ക് രണ്ട് അനുഭവം തരും. ഒന്നെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണോ പോകുന്നത് അവിടുത്തെ സ്ഥലം കാണാനും അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടാനും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ ആരുടെ കൂടിയാണോ പോകുന്നത്, ഇപ്പോൾ ഈവൻ അതൊരു ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം. അപ്പോൾ നമുക്ക് അവരെ കൂടുതൽ അറിയാനും നമുക്ക് അവരുടെ കൂടെ കിട്ടുന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈമുമാണ് എന്ത് ഈ യാത്ര എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഈ അടുത്ത് അധികവും പോയിട്ടുള്ളത് എൻ്റെ ഫാമിലീൻ്റെ കൂടെ. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന മൊമെൻറ്റ്സ്, ഫാമിലിയോട് കിട്ടുന്ന മൊമെൻറ്റ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ മാക്സിമം അത് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കും. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ലക്കിടി വ്യൂ പോയിന്റിലാണ്. അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറുകയും ചെയ്ത് ആദ്യം വെച്ചാൽ ഞങ്ങൾക്ക് ഏത് ഫുഡ് കഴിക്കണം, എപ്പോഴും അങ്ങനെ തന്നെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏത് ഫുഡ് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഞാനും അച്ഛനും ഏകദേശം ഒന്ന് തന്നെ പറഞ്ഞു, അമ്മയ്ക്കാണ് കൺഫ്യൂഷൻ അധികം ഉണ്ടാവുക. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ പൊതുവേ നമ്മൾ വയനാട് എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഇതെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അവിടെ കാണാൻ പറ്റിയ ഞങ്ങളിപ്പോൾ എവിടെയുള്ളത് സംസാരിക്കേ എന്നൂരിലാണ് ഉള്ളത്. അപ്പൊ നമ്മള് വയനാട് ട്രിപ്പിൽ ഫാമിലി ട്രിപ്പിൽ വന്നതാണ്. അപ്പൊ ഞങ്ങള് എന്നൂർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ അല്ലേ. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തു നിന്ന് എന്നൂരിലേക്ക് അത്യാവശ്യം ഒരു 1-2 കിലോമീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ചെന്നിട്ടും ചില ആൾക്കാരൊക്കെ നടന്നിട്ടാണ് വരുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഇത്രയും നടന്ന് ടയേർഡായിട്ട് എത്തുമ്പോഴത്തേക്ക്, കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാലും മുകളിലേക്ക് പിന്നും നടക്കാനുണ്ട്. അങ്ങനെ ഞാനിവിടെ എത്തി. എന്നാൽ ഇപ്പം ഭയങ്കര പ്രൊഫഷണൽ വ്ളോഗറായി മാറിയോ എന്ന് തന്നെ എനിക്ക് സംശയം. കാരണം എവിടെ പോയാലും ഞാൻ ക്യാമറ ഓണാക്കി ഇങ്ങനെ നടക്കും. അങ്ങനെ ഇതാ എസ്തെറ്റിക്കായിട്ട് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മുന്നിൽ കൈപിടിച്ച് പോകുന്നുണ്ട്. പിന്നെ ഇവർ ഫുള്ള് ആക്ടിങ് തന്നെ. ഇവരിങ്ങനെ എന്നോട് പറയുന്നുണ്ട് ഞങ്ങളെ വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഞാൻ ഇവരെ വീഡിയോഗ്രാഫർ എന്നെ ആയി പോകുന്നുണ്ടോ എന്ന് എനിക്കും സംശയം. പൊതുവേ നമ്മളൊരു സ്ഥലത്ത് പോയാൽ സ്ഥലം കാണുന്നു, തിരിച്ചു വരുന്നു, അതാ മെയിനായിട്ട് ഉണ്ടാവാം. എന്നാൽ ഈ എന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നു. അതായത് ഇതിപ്പോൾ ഒരു പൂക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 25 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കുന്നിൻ്റെ മുകളിലുണ്ടാക്കിയ കൊണ്ടുണ്ടാക്കിയ കുറേ കുടിലുകളാണ്. ഇത് ഗോത്രവർഗ്ഗക്കാരായ ആദിവാസികൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിത രീതി മെച്ചപ്പെടുത്താനും അവർക്ക് കുറച്ചും കൂടെ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ഇവർ കുറേ കാര്യങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവരുണ്ടാക്കിയിട്ടിരിക്കുന്ന കുറേ തേനാണെങ്കിലും അങ്ങനത്തെ ഇവരുണ്ടാക്കിയ കുറേ സാധനങ്ങളാണെങ്കിലൊക്കെ ഇവർ വിൽക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ പോയത് ഹണി മ്യൂസിയത്തിലേക്കാണ്. അതായത് തേനീച്ചകളെ കുറിച്ചുള്ള കുറച്ച് പഠനങ്ങളും പിന്നെ പലതരത്തിലുള്ള തേന് കിട്ടുന്നൊരു സ്ഥലം. ഇത്രയൊക്കെ തേൻ ഈ ലോകത്തുണ്ട് എന്നുള്ളത് ഞാനിവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. അവിടുന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ട് ഞാൻ വായിച്ചു. അതായത് ഈ ലോകത്ത് തേനീച്ചയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നത് വെറും 4 കൊല്ലം മാത്രമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉച്ചക്കത്തെ ചോറിലേക്ക്. കോഴിക്കോട് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് അത്ര ഒരു താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അതിൽ ചിക്കനെങ്കിലും ഉണ്ടാവുമല്ലോ. അച്ഛനാണെങ്കിൽ സാധാ ചോറ് വാങ്ങിച്ച്, പക്ഷെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു. ശരി, പണ്ടൊക്കെ എന്ന് പറയാൻ ഞാനൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനാണ് ഞാനിങ്ങനെ പറയാം. ഇപ്പം അത് മാറി. ഇപ്പം ഇങ്ങക്ക് രണ്ടാക്കുമാണ് സ്റ്റാറ്റസ് ഇടണ്ട അല്ലേ? ആണ്. നമ്മൾ പാരൻസ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, വല്ലാത്ത ചേഞ്ച് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവർക്ക് വാട്സപ്പ് യൂസ് ചെയ്യാൻ അറിയാം, സ്റ്റാറ്റസ് ഇടാൻ അറിയാം, ഇവർക്ക് ഫോട്ടോ വേണോ സ്റ്റാറ്റസ് ഇടാൻ, അങ്ങനെ ഇവർക്കുള്ള മാറ്റം ഭയങ്കര മാറ്റം തന്നെയാണ്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ കാരാപ്പുഴ ഡാമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയും ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പം വിചാരിക്കും കോഴിക്കോട് ഇത്ര അടുത്തായിട്ടും വയനാട്ടിലത്തെ കുറേ സ്ഥലം കാണാൻ ബാക്കിയുണ്ടല്ലോ. അതെ, കുറേയൊക്കെ പ്ലേസ് വയനാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇനിയും കുറേ കാണാനുണ്ട് എന്ന് ഇവിടെയൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത്.
ഡാം ഇതൊക്കെ ഗെയിംസാണ്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നിലും കയറിയില്ല. അമ്മയ്ക്കാണെങ്കിൽ ഈ വലിയ ഊഞ്ഞാലൊക്കെ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് എന്നെ കയറ്റിയില്ല എന്ന് വേണം പറയാൻ. ഇവിടെ അടുത്ത് തന്നെയാണ് ഡാം ഉള്ളത്. പക്ഷേ ഡാമിലേക്ക് അങ്ങ് കുറച്ച് ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഇവിടുന്ന് കണ്ടിട്ട് നേരെ തിരിച്ച് നടന്നു ഞങ്ങൾ. അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവളെല്ലാ വീഡിയോ ഇങ്ങനെ എടുത്തിടുന്നുണ്ട്, ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ യൂട്യൂബിൽ ഇട്ടാൽ പോലും ആദ്യം കാണും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എൻ്റെ വീഡിയോ ഇങ്ങനെ കാണുന്നതൊക്കെ. പുറത്തിറങ്ങിയപ്പോൾ കുതിര ഉണ്ടായിരുന്നു, കണ്ടോ ചെറിയൊരു കുതിരക്കുട്ടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്, ഇവക്കും കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ള 2 കുട്ടി ടീം അവിടെ കുതിരപ്പുറത്ത് ആദ്യം കയറിയിരിക്കുന്നുണ്ട്. 2 എണ്ണത്തിനും ഭയങ്കര ധൈര്യം, നല്ല താളം പിടിച്ചിട്ടാണ് പോകുന്നത്. അതും കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാർ കൊണ്ടുത്തരുന്ന സ്നാക്സ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. 3 നേരം ഫുഡും എനിക്ക് കഴിക്കണം, കുറച്ച് സ്നാക്സും എനിക്ക് കഴിക്കണം. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഊട്ടിയാണ്. അപ്പം മെയിനായിട്ട് ഇനി ഊട്ടിക്കുള്ള യാത്രയാണ് ഉള്ളത്. രാത്രി ഞങ്ങൾ അവിടെ ഊട്ടിയിലെത്തി, രാത്രി ഫുഡും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ടാറ്റാ.